യാത്രയെ പ്രണയിച്ചതുപോലെ ഭക്ഷണത്തെ പ്രണയിച്ചവരെ, ഇത് അസ്ലം ഒയംവയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് കണ്ണൂരിലെ നമുക്ക് ഇഷ്ടമായ വിഭവം. കണ്ണൂരിലെ പുട്ടും മട്ടനും ഇവിടുത്തെ ഫേമസ് വിഭവമാണ്. അത് തേടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഇത് എത്ര കാലമായി ഇവിടെ തുടങ്ങിയിട്ട്? 80 വർഷമായി. 80 വർഷമായിട്ടും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ? ഞായറാഴ്ച മാത്രം രാവിലെ 10 മണി വരെ, 1 മണി വരെ. മെയിനായിട്ടുള്ളത് പുട്ടും മട്ടൻ തന്നെയാണ്. ആൾക്കാർ അന്വേഷിച്ച് വരുന്നത് പുട്ടും മട്ടൻ തന്നെയാണ് അല്ലേ? പുട്ടും മട്ടനാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഭക്ഷണം. അത് പിന്നെ ഉച്ചക്കും രാവിലെയും വൈകുന്നേരം എല്ലാ സമയത്തും വിളമ്പും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോം ഇറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഷീം ബേക്കറിയാണ്. അതിൻ്റെ പിറകിൽ ഒരു ഓടിട്ട പഴയ കെട്ടിടം. അതിൻ്റെ ഉള്ളിൽ നിന്ന് വിളമ്പുന്നതൊക്കെ മൊഞ്ചുള്ള വിഭവം മാത്രമാണ് കേട്ടാ. ഇവിടെ 80 വർഷത്തെ പാരമ്പര്യമുള്ള പുട്ടും മട്ടനും, അതിൻ്റെ ഒരു ടേസ്റ്റ് വല്ലാത്തന്നെ ആയിരിക്കൂലേ. അപ്പം നമുക്ക് അടുക്കളയിൽ പോയിട്ട് എന്താന്ന് നോക്കാം അല്ലേ? ഇവിടുത്തെ സ്പെഷ്യൽ പുട്ടും മട്ടനാണ്. പുട്ടും മട്ടനും. അത് നമ്മളെ പുട്ടും മട്ടനും നിങ്ങളെ ഫുഡ് കേട്ടിട്ട് മലപ്പുറത്ത് ഒരാൾ വന്നിട്ടുണ്ട്. അതാണ്, അതുകൊണ്ട് ഓനെയും കൂട്ടിട്ട് ഒന്നും കൂടി ഫുഡ് മട്ടനും കഴിക്കാൻ വേണ്ടി സമയം ലേറ്റായി. ഇതാണല്ലോ മട്ടൻ. സാധാരണ മാമൂല് വലിയ ചെമ്പിലാക്കുക. ഇതിപ്പോ കൂട്ടാനായതുകൊണ്ട് കുറച്ച് ചെറിയ ചെമ്പില്. മസാലകൾ നമ്മൾ ഇവിടെ തന്നെ ആക്കുന്നത്. കുരുമുളക്, മല്ലി എല്ലാം സ്വന്തമായിട്ട് വേറെ എല്ലാം ഇടുന്ന് ഉണ്ടാക്കുന്ന സാധനം. ഒരു ഏകദേശം കൂട്ടാനായി. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് പുട്ടും മട്ടൻ ഉണ്ടാക്കുന്നല്ലേ? എൻ്റെ മോനെ ടേബിളിൽ എങ്ങനെ നേരത്തെ കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ ഇനി തിന്നാൻ വേണ്ടി ഇരിക്കട്ടെ. ഹർഷു കഴിക്കുന്നില്ലേ? ഇവൻ മലപ്പുറമാണ്, ഇവൻ കണ്ണൂരാണ്. പിന്നെ കണ്ണൂർക്കാർക്ക് ഒരുപാട് ഫുഡിൻ്റെ വെറൈറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവൻ എന്നോട് ആദ്യം പറഞ്ഞത് കണ്ണൂർ വന്നിട്ടാണോ നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്ഥലമുള്ളത് കാണിച്ചു തരണോ, അവിടെ പോകണം. അപ്പോൾ ഇവൻ ഏതായാലും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ഓയംബേ. അപ്പോൾ ഓയംബേൻ്റെ ചാനലിൽ നിന്ന് ഇതാണ് പുട്ടും മട്ടൻ്റെ കൂടെ ഈ പപ്പടം കൂടി മിക്സ് ആക്കിയിട്ട് തിന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട. അതിൻ്റെ കൂടെ കപ്പയുണ്ട്, അതുപോലെ തന്നെ ചെറുപയറുണ്ട്. നമ്മൾ കാണുന്നില്ല, ചെറുപയറുണ്ട്, എല്ലാം ഉണ്ട്. കണ്ണൂരിലെ ആര് വന്നു കഴിഞ്ഞാലും ഈ പുട്ടും മട്ടനും നിന്ന് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ കൂട്ടുകാരനാണ് മുഫ്ലി പുട്ടും മട്ടനും തിന്നാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇത് അർഷു കണ്ണൂർക്കാരനാണ്. അവനും പുട്ടും മട്ടനും ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. ഞാൻ പുട്ടും മട്ടനും കഴിക്കാൻ വേണ്ടി നമുക്ക് ഒരുത്തം വരുന്നുണ്ട് മലപ്പുറത്തുനിന്ന്. അപ്പോൾ നമ്മൾ അടുത്തേക്ക് കഴിക്കാമെന്ന് പറഞ്ഞാലും അവരങ്ങോട്ട് ഓടി വന്നതാണ്. അപ്പോൾ ഈ കേട്ടാ, ഈ പുട്ടും മട്ടനും മുമ്പിൽ വെച്ചിട്ട് കുറേ വർത്താനം പറയാൻ നിന്നില്ല, അള്ളി വിച്ച് തിന്നാ. എന്നിട്ട് നമുക്ക് എന്താണ് ഈ ടേസ്റ്റ് എന്നൊക്കെ പിന്നെ പറയാം. ഓക്കെ, പുട്ടിൻ്റെയും മട്ടൻ്റെയും അവസാന ഘട്ടത്തിലേക്ക് കടന്നു പോകാം. 1.5 പിടുത്ത വിളിച്ചു. ഇതാ മട്ടൻ്റെ കോലുകൾ, മട്ടൻ്റെ കാലുകൾ, ഇതൊക്കെ തീർന്ന് പുട്ടിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു രക്ഷയില്ല മോനെ. തിന്നിട്ട് മതി, എന്തും തിന്നുക, എന്നിട്ട് അത് ആസ്വദിക്കുക, അത് മറ്റുള്ളവരോട് പറയുക, എന്നിട്ട് ഒരുപാട് പേര് വീണ്ടും തിന്നാൻ വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡുകൾ തേടി, യാത്രയിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ തേടി യാത്ര ചെയ്യുന്നവരാണ് അല്ലേ? അതിൻ്റെ വ്യത്യസ്തത, അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിന്നാനായിട്ട് ജീവിക്കും. അങ്ങനെ തന്നെയാണ് വേണ്ടത്. മുഫ്ലി, എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? സാധനം ബാക്കിയില്ല. അച്ഛൻ തട്ട് തട്ടിയില്ലേ? കഴിയാനായിക്കണ്. അപ്പൊ കണ്ണൂർ എങ്ങനെയുണ്ട്? കണ്ണൂർ ഇഷ്ടപ്പെട്ടോ? നാടും ഫുഡും ഒരു രക്ഷയില്ല. എന്തായാലും കണ്ണൂരേക്ക് വരണം അല്ലേ? തീർച്ചയായും, അതാണ്. അപ്പൊ ഇങ്ങനെയാണ് കണ്ണൂർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. തിന്ന് ജീവിപ്പിക്കുക, ഇത് അതിലങ്ങ് ജീവിക്കുക അല്ലേ? ഇവരെല്ലാവരും പറയുന്നത്. അപ്പോൾ ശരി, ബൈ വരുന്നു എല്ലാവരോടും. മോനെ ഫൈസി, വയറിറക്കാൻ ആരെ കൊണ്ടും പറ്റും. മനസ്സറിയാൻ വേണ്ടി ഇങ്ങനത്തെ ഓരോ ഫുഡിനെ പറ്റും അല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് വിശേഷങ്ങൾക്ക് വേണ്ടി OMV സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരോടും ഗുഡ് ബൈ.